ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ചാവ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. പടം ഒരു രക്ഷയില്ല, കിണ്ണം കാച്ചി പടം. ബോളിവുഡിൽ അടുത്ത ഒരു ബുക്ക് മാർക്കായിട്ട് നമുക്ക് വയ്ക്കാം. കിണ്ണം കാച്ചി പടം. പടം ഡയറക്റ്റഡ് ബൈ ലക്ഷ്മൺ ഉത്തേഗർ. പുള്ളിക്കാരൻ്റെ മുന്നത്തെ പടം ഞാൻ വലുത് കണ്ടിട്ടില്ല, ബട്ട് ദിസ് വൺ ഈസ് അമേസിങ്. പൊളി ഡയറക്ഷൻ, മേക്കിംഗ് എല്ലാം അടിപൊളി. സ്ട്രോങ് സ്റ്റോറി, സ്ട്രോങ് സ്ക്രിപ്റ്റ്. ആക്ച്വലി ഇത് ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ബേസ്ഡ് ഓൺ സ്റ്റോറി കാണിക്കുന്നതാണ്. മുഗൾ എംപയർ ആയിട്ടുള്ള കണക്ഷൻസും അവരുടേതായിട്ടുള്ള പ്രശ്നം അതൊക്കെ ഒരു രക്ഷയില്ലാതെ കിട്ടില്ലമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൺവിൻസിങ് ആവുന്ന രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഇൻക്ലൂഡിങ് ഫൈറ്റേഴ്സും കോ ആർട്ടിസ്റ്റും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. എടുത്ത് നമുക്ക് പറയേണ്ട കുറേ പേരുണ്ട്, ഞാനത് ഒരുപാടായിട്ട് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് എസ്പെഷ്യലി വിക്കി കൗശൽ, അമേസിങ്. പൊളി കിട്ടില്ലം പെർഫോമൻസ് ആണ് വിക്കി കൗശൽ. ഇതിന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്, സർദാർ ഉദ്ധം എന്ന് പറഞ്ഞത്. എൻ്റെ അമ്മി, അതൊരു മാരക സിനിമയാണ്. അത് കണ്ടിട്ട് കണ്ണ് നിറയാത്തവരാരും കാണില്ല. അമ്മാതിരി ഒരു ഹൈടെക്കിൻ്റെ മേലെ ഉള്ള ഒരു സിനിമയാണത്. ചാവ എന്ന് പറയുന്നതും അതുപോലെ നമുക്ക് പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആസ് എൻ ഇന്ത്യൻ നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കിടിലം പടം തന്നെയാണത്. വിക്കി കൗശലിൻ്റെ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. ബോഡി ലാംഗ്വേജ്, ആക്ഷനിലും കണ്ണും ഐ മൊമെന്റ്സിലും ബോഡി ലാംഗ്വേജ് പക്ക ആക്ടിങ്. അടിപൊളി സാധനം, വെൽ ഡൺ. ഇതിനെ കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡയറക്ടർ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ ക്ലീനായിട്ട് അഭിനയിച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. കിടിലം പെർഫോമൻസ്. പിന്നെ രശ്മിക കുഴപ്പമില്ല, കാരണം ഇതിൽ അടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ അടക്കി വച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളതുകൊണ്ട് രശ്മികയുടെ ഓവർ ആക്ടിങ്ങും പരിപാടിയൊന്നും ഇറക്കിയിട്ടില്ല. സാധാരണ രീതിയിലുള്ള ഫ്ലോയിൽ തന്നെ മര്യാദയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ മെയിൻ അക്ഷയ് ഖന്ന, മെയിൻ വില്ലൻ. എൻ്റെ അമ്മേ, ഔറംഗസേബായിട്ട് വരുന്ന മുഗൾ എംപയറിലെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങേർക്ക് എന്താ പറഞ്ഞ ഒരു ഓറയുണ്ട്, ഒരു വില്ലൻ ഓറ. അടിപൊളിയായിട്ടത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനത്. ഇവരുടെ അക്ഷയ് ഖന്നയും കൗശലും ഇവർ തമ്മിൽ സെറ്റിൽ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു ഹായും ബായ് ഒന്നും ഒരു ഇതുമില്ല സെറ്റിലൊക്കെ ഇരുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ സിങ്ക് ആവാതെ എങ്ങനെ ഈ പടത്തിലൊക്കെ വർക്കൗട്ട് ആവും? പക്ഷെ അവരത് നടത്തിയെടുത്തു. അക്ഷയ് ഖന്ന എൻ്റെ അമ്മയെ ഞെട്ടിച്ചാണ്. അക്ഷയ് ഖന്നയുടെ ഒക്കെ പെർഫോമൻസ് വെരി നൈസ്, ഒരു രക്ഷയില്ലേ, ടോപ്പ് സാധനമാണ് അക്ഷയ് ഖന്നയുടെ. ദെൻ ഫൈനലി മ്യൂസിക്, AR റഹ്മാൻ. എൻ്റെ അമ്മയെ ലെജൻഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ, എടുത്ത് കൊടുക്കണം അങ്ങനൊക്കെ ഒരു അവാർഡ്, ഡിസർവിങ് അവാർഡ്. എൻ്റെ അപ്പു തോന്നുന്നുണ്ട് എഴുതി വെച്ചാൽ BGM സ്കോറൊക്കെ മാരക സാധനം. BGM സ്കോർ, സോങ്സ്, എൻ്റെ അമ്മ ചില സമയത്തൊക്കെ ഉള്ള BGM സ്കോർ രോമാഞ്ചം വരും, രോമാഞ്ചം. അന്യായ BGM സ്കോർ എന്ന് പറഞ്ഞാൽ അന്യായ BGM സ്കോർ. ഇങ്ങനെ ഇസൈ പുയൽ എന്ന് വിളിക്കണേ, ഇനിയും നമുക്ക് ഒരു പ്രൗഡ് സാധനം തരും കേട്ടോ. എൻ്റെ അമ്മ എന്തോടി ചെയ്ത് വെച്ചേക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മപ്പ് സാധനം. ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നിയത് മ്യൂസിക് വേറെ ആളെ കൊടുത്തെങ്കിൽ പോലും പടത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇത് തൃപ്തിയില്ല, ഒരു വെൽ അവിടെ ഇത് മതി, ഇതാണ് ഇതിനും ഇവിടെ ചേരേണ്ടത്. അത് കറക്റ്റായിട്ട് അവിടെ AR അവിടെ പ്ലേസ് വെച്ചിട്ടുണ്ട്. AR റഹ്മാൻ ഒരു രക്ഷയില്ല, കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്കാ, മ്യൂസിക്കും സോങ്സ് ഒക്കെ ഞാൻ കട്ടയ്ക്ക് എൻജോയ് ചെയ്ത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ മപ്പായിട്ട് എൻജോയ് ചെയ്തു. കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിടിലം. പിന്നെ ഇതിലത്തെ ആർട്ടൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്, പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക്. സ്റ്റണ്ട് എനിക്ക് തോന്നുന്നു 7-8 ടീംസ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റണ്ടിൽ.
കിട്ടില്ല ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. പിന്നെ കോസ്റ്റ്യൂംസ്, അതാണ് മെയിൻ സാധനം. ആ സമയത്തുള്ള ആ കോസ്റ്റ്യൂംസ് ഒക്കെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ബ്രില്യൻ്റ് ആയിട്ട്. സിനിമാറ്റോഗ്രഫി ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഞാൻ ഛത്രപതിജിയുടെ ആ പിക്ചേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ അതേപോലെ സ്റ്റില്ല പോസ് ചെയ്തിരിക്കുന്ന അതൊക്കെ കോസ്റ്റ്യൂമിന് അതൊക്കെ പണിയെടുത്തിട്ടുള്ളവരാണ്. അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിലും അതൊരു അമ്മാതിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അമ്മാതിരി എഫേർട്ട് കിട്ടിലമായിട്ട് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടൊക്കെ ലെവൽ സാധനം കിഡഡ് വന്നിട്ടുണ്ട്. എല്ലാം പുളിയുടെ, എനിക്ക് വേറെ ഒന്നും പറയില്ല. അന്യായ സാധനം കൂടി. മസ്റ്റ് വാച്ച് മൂവി, മസ്റ്റ് വാച്ച്. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഒരിക്കലും മിസ് ചെയ്യില്ല. ഇങ്ങനത്തെ പടങ്ങളൊക്കെ അപൂർവങ്ങളാണ് ബോളിവുഡ് കൊണ്ട് തരുന്നത്. നമ്മളത് സ്വീകരിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് അറൗണ്ട് 100 crores, 96 to 100 crores ആയിരിക്കും ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഗംഭീരമായിട്ട് ആ ഒരു പൈസയ്ക്കുള്ള പണി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിലും മ്യൂസിക്, സോങ്സ്, ഫുൾ ഒരു സിനിമയ്ക്കാവശ്യമുള്ള എല്ലാത്തിലും. അനാവശ്യ പ്രമോഷൻ ഒന്നുമില്ലാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് ഉള്ളതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ക ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പോയി മനസ്സിലാക്കുക, അറിയിക്കുക. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയും. ഞാനും കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഇതിനെപ്പറ്റി ബാക്ക് സ്റ്റോറി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ സെർച്ച് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെയാണ് ഞാൻ അറിയുന്നത് തന്നെ. നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. അടിപൊളി സിനിമ. ഗോ വാച്ചിങ് തിയേറ്റേഴ്സ്. പെർഫോമൻസിലൊക്കെ നിരവിളി. എൻ്റെ അമ്മു റഹ്മാനാണ്. ജം എന്ന് പറഞ്ഞാലോ നമുക്ക് കിട്ട തുറന്ന തങ്കമാണ് റഹ്മാൻ. കണ്ട് മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. 7 KC എല്ലാം ആവട്ടെ. ബൈ.